ഹായ്, വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. ഇപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിലുണ്ട്, ഉറങ്ങാൻ മാത്രമായിട്ട് വന്നതെന്നുള്ള ഈ അടക്കളയും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിരുന്നു ഒന്നുമില്ല. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും എവിടെയൊക്കെ പോയാലും നമ്മുടെ വീട് എത്ര കൊട്ടാരങ്ങളിലേക്ക് എങ്ങോട്ട് പോയാലും നമ്മുടെ കുഞ്ഞ് വീട്ടിലേക്ക് വന്ന് നമ്മുടെ എല്ലാ ചോറും കഞ്ഞി വെച്ച് കഴിക്കുമ്പോൾ വേറൊരു ഫീലല്ലേ. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ പഴയ ലൈഫിലേക്ക് തിരിച്ചെത്തുക. അങ്ങനെ പതുക്കെ 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 നമ്മൾ കുറേ ദിവസമായിട്ട് വീട്ടിൽ നിന്ന് ടച്ചില്ലാണ്ടായപ്പോഴേ നമുക്ക് ഇങ്ങനെ ആകെ എന്തുണ്ടാക്കും എന്ത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനാണ്. അപ്പോൾ ഇന്നലെ ദോശക്കുള്ള മാവ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം പൊന്തിയിട്ടുണ്ട്. മാവ് അരയ്ക്കുമ്പോൾ കുറച്ച് ലൈറ്റായി അതാ. അപ്പോൾ ഉണ്ണികൾക്ക് ദോശയും തക്കാളി ചമ്മന്തിയും ഉണ്ടാക്കാൻ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മളിത് രാവിലെ തന്നെ എണീച്ച് ഞങ്ങളെ ദേശീയ ഫുഡായ മുതിര കഴുകുക കേട്ടോ. അതിനാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ വീട്ടിലെ ചോറുണ്ട്. അപ്പോൾ അതിനാണ് നിർബന്ധമാണ് മുതിര എന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടാ. ഇന്ന് മുതിര കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ പകുതി ജീവനം ഗുരുവായൂരത്തെ പ്രസാദത്തിലെ മുതിര കാണുമ്പോൾ നമുക്ക് കൊതിയെ വരുന്നു കേട്ടോ. നമ്മൾ വീഡിയോകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ അതിൽ മുതിരൊക്കെ കാണുമ്പോൾ നമുക്ക് കൊതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിയിലുള്ള കറിയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ഒരു ലെവൽ ശരിയാവണല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളിത് മുതിര ആദ്യം എടുത്ത് അടപ്പത്തേക്ക് വെച്ചു. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് കല്ലുപ്പും കാര്യങ്ങളൊക്കെ ഇട്ടെടുത്തു. ഇനി നമ്മളിത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചു നമ്മൾ അതിൻ്റെ വിസിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്ത പരിപാടി നോക്കട്ടെ. ഇപ്പോഴത്തെ ഞാൻ എനിച്ചെൽപ്പിക്കും. ഞാൻ പള്ളിയും കാണൊക്കെ കഴിഞ്ഞെൽപ്പിക്കും അതിനായിട്ട് അരി അടുപ്പത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ചു. ആകെ ഒരു കുഞ്ഞു കലത്തിലെല്ലാവരും 5 മിനിറ്റ് ആകുമ്പോഴേക്കും അത് തിളച്ചു. കുഞ്ഞു കലത്തിൽ കുറച്ച് ചോറ് നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിത് ചോറൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം നമ്മളടുത്ത പരിപാടിയിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ദോശയ്ക്ക് ഉണ്ടാക്കുന്നത് നല്ല തക്കാളി ചമ്മന്തി കേട്ടോ. നമ്മൾ ഈ തമിഴിലൊക്കെ പറഞ്ഞ തക്കാളിക്കാരം ചമ്മന്തി ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഐറ്റമാണ് കേട്ടോ. ഞാൻ ഇതേപോലെ ഒരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഉണ്ടാക്കി കൊടുക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഭയങ്കര സിമ്പിളാണ്, അടിപൊളിയാണ്. അപ്പോൾ 2 വലിയ പഴുത്ത തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ആ വെള്ളത്തിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലിയുടെ മുളക് ഒരു 4-5 അത് നമ്മൾ എരിവിനനുസരിച്ച് ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വലിയ തക്കാളി നമ്മൾ കുഞ്ഞു പീസാക്കണമെന്നൊന്നുമില്ല. നമ്മൾ അരച്ചെടുക്കുന്നതാണ്. അപ്പോൾ അരയ്ക്കാൻ എളുപ്പത്തിന് ഞാൻ അങ്ങനെ 2-3 പീസായിട്ട് എടുത്തിടുന്നുണ്ട് കേട്ടോ. തക്കാളിയുടെ നേരം കാണുമ്പോൾ എൻ്റെ കൊതിയ വരെ നോക്കി. ഇങ്ങനെ നല്ല പഴുത്ത തക്കാളി കിട്ടണം കേട്ടോ. അങ്ങനെ നമ്മളൊരു പെട്ടെന്ന് എത്ര പെട്ടെന്നൊന്നല്ല, നമ്മൾ നന്നാക്കി കുറച്ച് സമയം എടുത്തു. വീഡിയോ എടുക്കുമ്പോൾ എത്ര പെട്ടെന്നല്ലേ വെളുത്തുള്ളി നന്നാക്കിയതൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ നമുക്കിതെല്ലാം എളുപ്പമാണ്. പക്ഷേ ഈ ചമ്മന്തി ഈസിയാണ് കേട്ടോ. നമ്മൾ ആ വെളുത്തുള്ളി ഇട്ടു, പിന്നെ ആ കുതിരാൻ വെച്ച ആ മുളകില്ലല്ലോ അതും നമ്മളിത് എടുത്ത് അതിലേക്ക് ഇട്ട് വിടാം. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ്, അത് പൊടിപ്പോ കല്ലുപ്പോ അതൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് വരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കറക്കുക വേണ്ട, ഒരുപാട് നേരം അരയ്ക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാലോ എല്ലാം പെട്ടെന്ന് അരഞ്ഞ് കിട്ടുന്ന സാധനങ്ങളാണ്. ഒന്ന് അരയാൻ പണിയുള്ളത് നമ്മുടെ ആ മുളകാണ്. അത് നന്നായി കുതിർത്തിയ സ്ഥിതിക്ക് അതും അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചമ്മന്തിയുടെ നിറം നോക്കി നല്ല റെഡ് കളറാട്ടോ. പക്ഷേ അതിനനുസരിച്ചുള്ള എരി കുറവായിരുന്നു കേട്ടോ. ആ കളറ് കാണുമ്പോഴേക്കും നല്ല എരിവാണോ എന്ന്. അപ്പോൾ എരിവ് കുറവായിരുന്നു. കുറച്ച് ഉപ്പ് കറക്റ്റ് ഉപ്പാണോ എന്നൊക്കെ ഞാൻ നോക്കി. അങ്ങനെ നമ്മളൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടിയിൽ ഈ ചമ്മന്തിയൊക്കെ കാച്ചി കൂട്ടുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. അങ്ങനെ ചട്ടിയിൽ വെള്ളമൊക്കെ ഞാൻ ടിഷ്യൂ കൊണ്ട് തുടച്ചെടുത്തു. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇഷ്ടമില്ലാത്തവർ ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റോ കാര്യങ്ങളോ അറിയണമെന്നില്ല. അത് ഇട്ടാൽ നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതൊരു 1/2 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളക് ഇട്ടത് കേട്ടോ. ഇനി വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്തതിനോടുകൂടി നമ്മൾ അരച്ച് വെച്ച് നമ്മുടെ ചമ്മന്തി അത് മിക്സിയിൽ നിന്ന് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കണ്ട പിന്നെ നമ്മളെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഉണ്ടല്ലോ അതും കുറച്ച് ഒഴിച്ച് കൊടുക്കട്ടെ. എന്താ വെച്ചാൽ നമ്മൾ ഈ തക്കാളിയുടെ
പച്ചക്കുത്ത് മാറണമെങ്കിൽ മിളകിൻ്റെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ച സ്മെല്ലുണ്ടാവില്ല, അത് മാറണമെങ്കിൽ ഒന്ന് ഈ വെള്ളത്തിലിടുന്ന് വറ്റി ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം കേട്ടോ. അപ്പോഴാണ് ഈ ഒരു ചട്നിയുടെ ടേസ്റ്റ്. ഇതൊക്കെ ഒന്ന് ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ അടിപൊളിയായിരിക്കും. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്, കാരണം ഞാൻ വളരെ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാവും എന്ന് അറിയാത്ത ഞാൻ വളരെ കുറച്ച് കായം പൊടിയിട്ടുണ്ട്. അത് മറ്റുള്ളവർ ഇടുമെന്ന് അറിയില്ല. ഞാൻ എൻ്റെ റെസിപ്പി എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ എന്ത് കണ്ടാലും ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ രീതിയിൽ അത് സെറ്റ് ചെയ്യണമെന്ന്. അന്നേരം എനിക്കൊരു മനസ്സമാധാനം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ തുണ്ട് കായ ഇട്ടു. കായപ്പൊടി ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില ഇടണ്ട കേട്ടോ. അതും ഇഷ്ടമില്ലാത്തവർക്ക് അതും ഒഴിവാക്കാം കേട്ടോ. അതൊന്നും നിർബന്ധമില്ല. അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ ചമ്മന്തിയൊക്കെ ഇങ്ങനെ തിളച്ച് വരുമ്പോഴൊരു നമ്മൾ തമിഴ് ഗുമാന്നിരിക്കണം. അടിപൊളിയായിരുന്നു കേട്ടോ. ആ ചമ്മന്തി ഭയങ്കര ഇഷ്ടം. പക്ഷേ എനിക്ക് ദോശ കഴിക്കാൻ കിട്ടിയില്ല. കുണുക്കനെ കഴിച്ചു കൊടുത്തിരുന്നൊരു തുണ്ട് കഴിച്ചു. ഇനിയിപ്പം നാളെ ഞാൻ കഴിച്ച് രാവിലെ തക്കാളി ചമ്മന്തി ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഇരിക്കണം കേട്ടോ. അവനോൾക്ക് നാളെ കുണുക്കുകയും അവധിയാണ്, എക്സാമിൻ്റെ ലീവും കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞ് തട്ടിയിട്ടുണ്ട് കേട്ടോ. ആകെ കുറച്ചുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയില ഇട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മല്ലിയില ഇഷ്ടമുള്ളവർ കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇഡ്ഡലിയൊക്കെ കൂട്ടി കഴിക്കാൻ ഈ ചമ്മന്തി അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ചമ്മന്തിയൊക്കെ അതിന് ശേഷം നമ്മൾ ആ ചട്ടി ഒഴിവാക്കി വീണ്ടും നമ്മൾ ആ മൺചട്ടി കഴുകി അടപ്പത്ത് കയറ്റിയിട്ട് കേട്ടോ. പിന്നെ ഞാൻ ഓയിലും വെളിച്ചെണ്ണ ഇപ്പോൾ തിരിച്ചറിയണില്ല. ആദ്യമൊക്കെ അതിൻ്റെ കളർ കണ്ടാൽ തിരിച്ചറിയും. ഇപ്പോൾ രണ്ടിൻ്റെ കളർ കണ്ടാൽ തിരിച്ചറിയാത്ത അവസ്ഥയാണ്. അങ്ങനെ ഞാൻ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു. ഓയിൽ ഒഴിച്ചപ്പോഴാണ് മനസ്സിലായത് വേറെ തരം ഓയിലുണ്ടായിരുന്നു, അതൊഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു. തെറ്റി അങ്ങോട്ട് രണ്ടും മിക്സായി. അപ്പോൾ രണ്ടും കണ്ട പതിഞ്ഞ് വരുന്നുണ്ട്. അതാണ് ഈ പതിഞ്ഞിട്ടിരിക്കുന്ന കേട്ടോ എണ്ണ. അങ്ങനെ നമ്മൾ വറ്റൽമുളക് 2 ഇട്ടു, വെളുത്തുള്ളി ചതച്ചിട്ടു, കറിവേപ്പില ചതച്ചിട്ടു കേട്ടോ. പിന്നെ കുത്തിമുളക് ഇട്ടു. അതൊന്ന് മൂത്ത് വരുന്നതോടുകൂടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളകും പൊടി ഇട്ടു. മുളകും പൊടി നിങ്ങളുടെ ഇഷ്ടത്തിന്. ഞാൻ മുതിരപ്പേരിൽ ചുവന്നുള്ളി ഇടൽ കുറവാട്ടോ. പക്ഷേ എൻ്റെ വീട്ടിൽ മുതിരപ്പേരിൽ ചുവന്നുള്ളി ഇടും. പക്ഷേ എനിക്ക് മുതിരപ്പേരി ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി മാത്രം ചതച്ചിടുമ്പോഴാണ് ആ ഒരു മുതിരപ്പേരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അനിയേട്ടനോട് വെച്ചപ്പോൾ അനിയേട്ടന് വന്നു അത് വെളുത്തുള്ളി ഉണ്ടാക്കുമ്പോഴാണ് മുതിരപ്പേരിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ്. അങ്ങനെ ഇന്ന് നമ്മുടെ വീട്ടിൽ പണിക്ക് ഷാജിപ്പാപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ പണി വേറെ ഒന്നുമല്ല, നമ്മുടെ കിണറ്റിലെ വെള്ളം വറ്റിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മോട്ടറിട്ട് പൈപ്പ് പറമ്പിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മൾ വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ 3-4 കോലിക്ക് വെള്ളം വറ്റിയിട്ടുണ്ട്. ഒരു 5 കോലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. 3-4 കോലിക്ക് വെള്ളം വറ്റി. ഇനി ഒരു 1-1.5 കോലിക്ക് കൂടി വെള്ളം വറ്റാണ്ട് കേട്ടോ. പക്ഷേ വെള്ളം വറ്റുന്നതിനനുസരിച്ച് അപ്പുറത്ത് ഒറു വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ, ഒറു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അയില. പക്ഷേ 1 ഫ്ലോപ്പായിരുന്നു. അയിലായിരുന്നു. കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കണ്ടപ്പോഴേനും ഇഷ്ടമായില്ല കേട്ടോ. അയില ടേസ്റ്റ് ഇല്ലാത്ത അയിലാവുമെന്ന് തോന്നി. പക്ഷേ അതിൻ്റെ ഒരു ആഗ്രഹമല്ലേ ഞാൻ മേടിപ്പിച്ചതാണ്. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും അയില പറ്റിയില്ല കേട്ടോ. അയില ചൂവില്ലാത്ത അയില. ഒരുപാട് ദിവസമായി മീൻകറി കൂട്ടിയിട്ട് കൊതിച്ചിട്ട് മേടിച്ചതാണ്. പക്ഷേ അത് ഫ്ലോപ്പായി. അങ്ങനെ നമ്മളിത് മീൻകുറിയൊക്കെ മീൻകുറി എന്ന് പറയുന്നത് മീൻകറിയൊക്കെ ഇങ്ങനെ പടാന്ന് വേഗം വെച്ചെടുത്തോട്ട്. എന്താ വെച്ചാൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ തുടങ്ങുകയാണെങ്കിൽ പടാന്ന് കഴിയും. പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു അടുക്കള ഷീറ്റാണല്ലോ. ഷീറ്റിൻ്റെ ഇടയിൽ വെയിൽ ഉദിച്ച് കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. പക്ഷേ കഴിഞ്ഞ കൊല്ലം എനിക്ക് അത്ര ചൂട് തോന്നില്ല. പക്ഷേ ഈ കൊല്ലം ഭയങ്കര ചൂടാട്ടോ. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു നമുക്ക് വെക്കേഷനൊക്കെ ആകുമ്പോഴേക്കാനായിട്ട് രാത്രികളിൽ കറി വെച്ച് കിടക്കാം. നേരം വെളുത്ത് കഴിഞ്ഞാൽ കിച്ചണിൽ അധികം നേരം നിൽക്കുന്ന പണികൾ ഒഴിവാക്കാന്ന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അടുക്കളയിൽ നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ. ഭയങ്കര ചൂടാണ്. എനിക്കൊരു മൂടിക്കെട്ടിലുള്ള കാരണം ഭയങ്കര പുഴുക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ വന്നിട്ട് നമ്മുടെ മാങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കിയതൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും മാങ്ങാച്ചാർ ഉണ്ടാക്കണം. ഈ സീസണിലേക്ക് ഇങ്ങനെ കഴിയുമ്പോൾ ഇങ്ങനെ മാങ്ങാച്ചാർ ഇടണം കേട്ടോ. പിന്നെ ഇന്നാളിപ്പോൾ അമ്മ മരിച്ചിരിക്കുമ്പോൾ നമ്മൾ അപ്പുറത്ത് വരുന്ന ഒരു ചേട്ടൻ ഒരു സൈസ് വലിയ നാരങ്ങ കേട്ടോ. എനിക്കൊന്നും അത് എന്ത് നാരങ്ങ എനിക്ക് അറിയില്ല. പക്ഷെ അതുകൊണ്ട് അച്ചാറിട്ടപ്പോണ്ടല്ലോ, ചെറുനാരങ്ങയല്ല, പിന്നെ വേറെ ഒന്ന് പറയല്ലോ, എന്താണ് മറ്റു നാരങ്ങയ്ക്ക് പറയാം? അല്ല, നമ്മൾ ഈ ഓണത്തിനൊക്കെ ചെറുനാരങ്ങയ്ക്ക് വടുകപ്പുളി അല്ല, പക്ഷെ വേറെ തരം നാരങ്ങ അല്ലേ. പക്ഷെ തൊലി കയ്പില്ലാത്ത നാരങ്ങ. പക്ഷേ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അച്ചാറിട്ടിട്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ആ ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കാണാൻ കണ്ടിട്ടാണ് 2 നാരങ്ങ കടഞ്ഞ് വയ്ക്കുക. അങ്ങനെ നമ്മുടെ മാങ്ങ കുറച്ചൊക്കെ ചെനച്ചിട്ടുണ്ട്. അപ്പോൾ ചെനച്ച മാങ്ങ കൊണ്ട് അച്ചാറിട്ടാലും ടേസ്റ്റ് ആട്ടോ.
പക്ഷേ പുളി കുറയുന്നുള്ളതുകൊണ്ട് ഞാൻ സൊറുക്ക് ഒഴിച്ചു. അല്ലെങ്കിൽ ഞാൻ സൊറുക്ക് ഒഴിക്കാറില്ല കേട്ടോ അച്ചാറിന്. ഉപ്പിട്ട് കുറച്ച് സൊറുക്ക് ഒഴിച്ചതെന്ന് വെച്ചാൽ മാങ്ങ ചെറിയ മധുരമുണ്ട്, അതുകൊണ്ട് ഫുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടു. സാധാ മുളക് പൊടി 1 ടീസ്പൂൺ, ഇനി കാശ്മീരി ചില്ലി ഒരു 2-3 ടീസ്പൂൺ നമ്മുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞു നമ്മൾ കുറച്ച് ഉലുവപ്പൊടിയാണ് ഇട്ടുകൊണ്ട് കുറച്ച് ഉലുവപ്പൊടി ഇട്ടു. ഇനി കുറച്ച് സാമ്പാർ കായിൽ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നന്നായി അങ്ങോട്ട് ഇളക്കി തിരുമ്പി പറിച്ചെടുക്കുക. കാരണം നമ്മുടെ മാങ്ങയുടെ ഒരു നിറം നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അച്ചാർ, ആ നാരങ്ങച്ചാറിൻ്റെ കാര്യമില്ല, അതിൽ ഞാൻ എണ്ണയോ കാര്യങ്ങളോ ഒന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പച്ചമുളക് കഴിഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് 2 ദിവസം ഇരുന്നു. അപ്പോൾ അങ്ങനെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഉപ്പും പച്ചമുളക് മാത്രം അരിഞ്ഞിട്ടത്, അങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ രസം. പിന്നെ ഞാൻ കുറച്ച് ആ നാരങ്ങയിൽ പച്ചമുളക് ഉപ്പിട്ട നാരങ്ങ കുറച്ച് മറ്റായിട്ട് കുറച്ച് മുളകും പൊടി ഇട്ടിട്ട് ഇളക്കി കായപ്പൊടി ഇട്ട് വെച്ചു. അപ്പോഴും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്ത് നാരങ്ങ എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ എനിക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ അച്ചാറിൻ്റെ റെസിപ്പി. എണ്ണയോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി കുറച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ചോറുണ്ട വേറെ കറികളുണ്ട് പുട്ടിൻ്റെ കൂടെയും ഒക്കെ ഭയങ്കര. ഞാൻ ചപ്പാത്തിയൊക്കെ അച്ചാർ കൂട്ടിയിട്ട് ആ നാരങ്ങ അച്ചാർ കൂട്ടിയിട്ടാണ് ഞാൻ ചപ്പാത്തി കഴിച്ചിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ചാറൊക്കെ സെറ്റായി. അച്ചാർ കുറച്ച് കാച്ചി കൊട്ടണം. എനിക്ക് മാങ്ങ അച്ചാർ കൂടുതലും ഇങ്ങനെ ഇടുന്നതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അങ്ങനെ മാങ്ങ ഇളക്കി ഇനി സത്യം പറഞ്ഞാൽ ഇതിലെ വെള്ളം ഇറങ്ങാനുള്ള ഒരു 2-3 മണിക്കൂർ വെച്ച് മാങ്ങയിൽ നിന്ന് ആ അതിൻ്റെ ഉപ്പിൻ്റെ നീരും മാങ്ങയുടെ നീരൊക്കെ ഇറങ്ങും കേട്ടോ. പക്ഷേ നമുക്കതിനുള്ള നേരില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഉപ്പിട്ട് വെച്ചിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അച്ചാർ ഇടാറ്. പക്ഷേ ഇന്ന് നേരില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു പെട്ടെന്ന് ഇട്ട് കഴിയാം മാങ്ങ അച്ചാർ മുതിർപ്പേര് കൂട്ടി ചോറിന് ഒരു ആഗ്രഹം. അങ്ങനെ നമ്മൾ അടുപ്പത്ത് എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. എണ്ണയിലേക്ക് വേറെ ഒന്നും ഇടുന്നില്ല, എണ്ണയല്ല, ഞാൻ വെളിച്ചെണ്ണയാണ് ചൂടാക്കി വെച്ചിരിക്കുന്നത്. എണ്ണയിൽ അച്ചാറിടുന്നവർക്കാണെങ്കിൽ എണ്ണയിൽ അച്ചാറിടാട്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ്. അങ്ങനെ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ആയിരിക്കും വേറെ ഒന്നുമില്ല. ചൂടോടൊക്കെ തന്നെ പൊട്ടിച്ചത്, ചൂടോടൊക്കെ നമ്മൾ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് അങ്ങോട്ട് നന്നായി ഇളക്കുക. മാങ്ങ ചൂടുള്ള അടുപ്പത്തേക്ക് ഇട്ടാൽ ഒന്ന് വാടും. അങ്ങനെ വാടി കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല. ഈ മാങ്ങയ്ക്ക് ഉണ്ടല്ലോ കറുമുറുന്ന് ഇങ്ങനെ കടിക്കണം, എന്നാലാണ് ആ മാങ്ങാച്ചാറിൻ്റെ ടേസ്റ്റ്. എനിക്ക് മാങ്ങാച്ചാറൊന്നും ഒരുപാട് ഇങ്ങനെ പാകമായി അലിയണത് ഇഷ്ടമല്ല. കാരണം ഞാൻ ആവുന്ന അച്ചാറിൻ്റെയൊക്കെ കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ ഇട്ടു. അപ്പോൾ ആ ഫ്രഷ്നെസ്സിൽ തന്നെ അച്ചാർ ഇരിക്കും കേട്ടോ. പക്ഷേ ഇത് അത്ര ദിവസമൊന്നും ഇരിക്കില്ല. പിള്ളേർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചടപടാന്ന് അച്ചാർ കാര്യങ്ങളൊക്കെ തീരും കേട്ടോ. അങ്ങനെ നമ്മൾ അച്ചാറൊക്കെ ഇടൽ കഴിഞ്ഞു. ഇനി ഈ അച്ചാർ എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് കേട്ടോ. ഞാൻ പോയി ഉപ്പുണ്ടോ എന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി അതിൻ്റെ അച്ചാർ നേരിയൊരു മധുരം കാര്യങ്ങളോട്. അങ്ങനെ നമ്മൾ ഈ ഒരു ജാറിലേക്ക് ആക്കാനായിട്ട് ചില്ലിൻ്റെ ജാറാണ്. അതിലേക്ക് നമ്മളിങ്ങനെ മാങ്ങാച്ചാർ കുത്തി നിറച്ച് ഇട്ടു കേട്ടോ. എനിക്കങ്ങനെ ഒരു 4-5 മാങ്ങ ഉണ്ടായിരുന്നു. നല്ല മൂവാണ്ടൻ മാങ്ങയുടെ അച്ചാറാണ്, എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് മറ്റുള്ള മാങ്ങയുടെ അച്ചാറിനേക്കാളും കൂടുതലിഷ്ടം ഈ മൂവാണ്ടൻ മാങ്ങയുള്ള അച്ചാർ കൂടുതലിഷ്ടം കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അതടച്ച് നമ്മളത് മാറ്റി വെച്ചിട്ട് അങ്ങനെ നമ്മൾ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഷാജിബാബിന് ചോറ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ ചോറിനായിരിക്കും കേട്ടോ. ഞാനും എന്നേട്ടനും കുറേ ദിവസത്തിന് ശേഷം നമ്മുടെ വീട്ടിലിങ്ങനെ ഒന്നിച്ചിരുന്ന് ചോറുമ്പോൾ എന്തൊരു സന്തോഷം എന്നൊക്കെ കാണുമ്പോൾ. എനിക്ക് സത്യം പറഞ്ഞത് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ആ മുതിര ഉണ്ടല്ലോ, ആ ചൂട് ചോറിലേക്ക് ആ മുതിര ഇങ്ങനെ പരട്ടി ഒരു തുണ്ട് പപ്പടും പിന്നെ കാളനും കൂട്ടി കഴിച്ചപ്പോൾ മാങ്ങാച്ചാറും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുതിരപ്പേരി ഇങ്ങനെ ഉണക്കല കൂട്ടി ചോറിന്. ഞാൻ ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഉണ്ട് മുതിരപ്പേരി അങ്ങനെ പരട്ടി. മുതിരപ്പേരിക്ക് ചുവന്നുള്ളി ഇട്ട് കാച്ചുമ്പോൾ വേറെ സ്മെല്ല, പക്ഷേ ഈ വെളുത്തുള്ളി ഇട്ട് കാച്ചുമ്പോൾ വേറെ സ്മെല്ല. എൻ്റെ മുഖം കാണുമ്പോൾ പറഞ്ഞിട്ട് കുറേ നാൾക്ക് ശേഷം അങ്ങനെ കഴിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. ആ മുതിരപ്പേരിക്കുണ്ടിലേക്ക് ഒന്നും വേറെ കറികളിലൊന്നും ആവശ്യമില്ല. വെളുത്തുള്ളി കഴുകാൻ അങ്ങനെ ഉച്ചത്തെ ഊണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് കുളിക്കണ സ്കൂളിൽ കൊണ്ടുവന്നതിന് ശേഷം അവർ ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് ട്യൂഷന് പോവാം അല്ലേ മക്കളെ? കുണിക്കയുടെ എപ്പോൾ വിളിച്ച് അത് മെസ്സേജ് വന്നാൽ അവർ ട്യൂഷനുമായിട്ട് ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളു സ്കൂൾ കൂട്ടാൻ കൊടുക്ക. ഹാപ്പിയാണോ സ്കൂൾ ഉണ്ടാകാൻ വെച്ചിട്ട്? ഹാപ്പിയാണോ? ദൈവമേ, ഞാൻ എവിടേക്ക് മൂന്നാറ് ഇട്ടുതരുമോ? മൂന്നാറ് അല്ല, നിങ്ങളെ വേണ്ട വീടിൻ്റെ ഉള്ളിൽ കുറുമ്പ് കാണിച്ചടക്കണ്ടേ? അതാലോചിച്ചിട്ട് നാട് വിട്ടാലോ എന്ന് ആലോചിക്കാം. അമ്മ പോണോ? ഒരാൾക്ക് ചായ കൊടുക്കുന്നുണ്ട്, ചായ മേടിച്ച് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്കില്ല, 2 മാസം വേണ്ട, കുടിച്ചാൽ വേണ്ട.
അങ്ങനെ നമ്മുടെ കിണറ്റിലെ വെള്ളം വറ്റിച്ച് നമ്മൾ കിണർ പണിതതിന് ശേഷം വെള്ളം കിണർ ക്ലീനാക്കിയിട്ട് വെള്ളം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് കഴിഞ്ഞാലും നേരത്തെ മഴ പെയ്തില്ലേ, അപ്പോൾ വറ്റിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ വറ്റിച്ചു കേട്ടോ. വറ്റിച്ച് പൊട്ടാസ്യമൊക്കെ കലക്കി ഒഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ വലയിട്ടുണ്ട്. നോക്കട്ടെ അവസ്ഥ എന്താന്ന്. വെള്ളം ഒരു വരുന്നതിൻ്റെ ശബ്ദം കേട്ടോ. വെള്ളം വറ്റിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഫുള്ളും വറ്റിച്ചിട്ട് ഞാൻ പോയി വരുമ്പോഴേക്കും ഒരു റിങ്, 1.5 റിങ്ങോ 2 റിങ് വെള്ളം കയറിയുണ്ട്. രണ്ട് റിങ് വെള്ളമായിട്ടാണ്. പൊട്ടാസ്യം കലക്കി വെച്ചിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 ദിവസം ഉണ്ടെങ്കിലും വെള്ളം ക്ലീനാവും. അങ്ങനെ നമ്മളത് ഈ 5-ാം തീയതിത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത്. 5-ാം തീയതി നമ്മുടെ സ്കൂളിൽ നമ്മളെ കുളിക്കുമ്പോൾ ഗ്രാജുവേഷനാണ് കേട്ടോ. ആ ഒരു ഡേ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10 മണിക്ക് ഞാനും വന്നിരിക്കുന്നതാട്ടോ. ഞാൻ പറഞ്ഞു കുണിക്കിന് സ്കൂളിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനും എന്നോട് ഒരുമിച്ചാണ് പോയിട്ട്. അപ്പോൾ അതിനായിട്ടാണെങ്കിൽ ആ സമയത്ത് താടിയൊന്നും കളയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് പറഞ്ഞു ഞാൻ ഇല്ല ഉണ്ണി, ഞാൻ വന്നു കഴിഞ്ഞാൽ ഇത് വേറൊരു ഏട്ടനാട്ടോ, ഏതൊരു കുട്ടിയുടെ ഉപ്പപ്പയാണ്. അപ്പോൾ അതിനായിട്ട് പറഞ്ഞു ഞാൻ താടിയൊക്കെ നരച്ച് കണ്ടു കഴിഞ്ഞാൽ എന്നെ ഏജ് തോന്നിച്ചാലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തോന്നിയാലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് സാധ്യതയായിട്ട് നമ്മുടെ മക്കളുടെ ഒരു കാര്യത്തില്ല അങ്ങനെ തോന്നുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ മക്കൾക്കറിയണം ഞങ്ങൾ അവരുടെ അച്ഛനും അമ്മയാണത്, അത് മതി. നമ്മൾ ആരൊക്കെ എന്ത് പറഞ്ഞാലും നമ്മുടെ മക്കൾ നമ്മളെ തള്ളി പറയാൻ മതി, അത്രയേ ഉള്ളൂ. ഞാൻ ചില നേരത്തെ കുണിക്കുന്നുണ്ട് സ്കൂളിൽ അച്ഛനമ്മമാരൊക്കെ ചെറുപ്പം, അമ്മ അച്ഛന് കുറച്ച് ഏജ് ഉള്ളതല്ലേ മോനെ ഇല്ലമ്മ അങ്ങനെ കുഴപ്പമില്ല എന്നൊക്കെ പറയട്ടെ. അങ്ങനെ നമ്മുടെ ഈ കുണിക്കുമ്പോഴാണ് ഇതല്ലാണ്ട് ഇതിൻ്റെ ബേക്കറാണ് നമ്മുടെ കുണിക്കുമ്പോൾ വരുന്നെങ്കിൽ എന്നെ നോക്കണമെങ്കിൽ ഓട്ടക്കാരിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അവൾ ഭയങ്കര ഹാപ്പി ഡ്രസ്സൊക്കെ ഇട്ട് കേട്ടപ്പോൾ അവൾക്കും ഭയങ്കര ഒരു അതിശയം എൻ്റെ മോളുടെ മുഖത്ത് എനിക്ക് കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും വരുന്നുണ്ട് നമ്മൾ. അങ്ങനെ കുണിക്കുമ്പോൾ ടീച്ചറും പ്രിൻസിപ്പളും പിന്നെ സ്കൂളിലെ മാനേജ്മെൻറ്റ് സാർമാരൊക്കെയാണ് കേട്ടോ. അവർ പിന്നെ സ്കൂളിലെ ചേച്ചിമാർ, അവരുടെ ഉണ്ണികളെ നോക്കുന്ന ചേച്ചിമാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുണിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയിട്ട് താറ്റ് തരുന്നുണ്ട് അവൾക്ക്. അങ്ങനെ ഡ്രസ്സിൽ അവളുടെ അച്ഛനും അമ്മേനും കണ്ടപ്പോൾ അവളുടെ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് കണ്ടാറല്ലോ. ആ സ്കൂളിൽ അവർ മൊത്തത്തിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതാണ് ഞങ്ങൾക്ക് ആ സ്കൂളിൽ ഞങ്ങൾ മക്കളവിടെ ചേർത്തിട്ട് ഞങ്ങൾ സന്തോഷിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. For Rosby International School, we have gathered here to celebrate the graduation ceremony of our UKG kids who have successfully completed their academic year 2025-26 and are now ready to move to grade 1. Dear children, today is a special milestone in your young life. A few years ago, their learning journey. Education becomes meaningful when parents and teachers work together for the growth of the children. Dear children, as you move forward to grade 1, remember to always be വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക്, അതായത് 1-ാം ക്ലാസ് മുതലുള്ള വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ അവരുടെ ഒരു സോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സും അവിടുത്തെ ചേച്ചിമാരൊക്കെ അവരെ സെറ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്, മൈക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ മാമാണ് കേട്ടോ അത്. പിന്നെ ആ ഒരു മൈക്ക് കൊണ്ട് തന്നെ ചേട്ടൻ അവരുടെ സ്കൂളിൽ വണ്ടി ഓടിക്കുന്ന ചേട്ടൻ. ഞാൻ ആ സ്കൂളിൽ എല്ലാവരും ഒരേപോലെയാണ് കേട്ടോ. അതാണ് നമുക്ക് ഏറ്റവും സന്തോഷം. എല്ലാവരും ഒരേപോലെ കുട്ടികളെയും മക്കളെ നോക്കുന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമല്ലേ. അവിടുത്തെ ഡ്രൈവർ ചേട്ടന്മാരായിരിക്കും, അവർക്ക് എല്ലാവർക്കും ആ കുട്ടികളെല്ലാവരും പേരറിയാം. അതായിരിക്കും എല്ലാ കുട്ടികളുടെ പേര് അവിടുത്തെ വണ്ടി ഓടിക്കുന്ന ചേട്ടന്മാർക്ക് എല്ലാവർക്കും അറിയാം. അവർ പോകുമ്പോൾ അവരെ പേര് വിളിച്ച് മാറ്റണം. അപ്പോൾ നമുക്ക് ഭയങ്കര ഇതാട്ടോ. Thank
Thank you, sir. So please be seated. Next, I invite our Honorable Chairman to call for the certificates. Mahalakshmi Anand, Mohammad Mehan, Nizam Ensign, Sri Parvati NJ. All of applause to all our young graduates. ഇനി എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പ്രിൻസിപ്പളും സാർമാരും ടീച്ചറും എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുക്കണം കേട്ടോ. അതേപോലെ അവിടുത്തെ ബീന മാം എന്ന് പറഞ്ഞൊരു മാം അവിടെ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇതാണ് ബീന മാം. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ സാറ് കുണിക്കുമ്പോൾ പ്രീത മാം എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടി നിന്നിട്ടുള്ള ഫോട്ടോ ആണ്. എനിക്ക് എൻ്റെ ഒരു വീഡിയോ എടുത്തിരുന്നത്, പക്ഷെ അതെങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി കണ്ട. ഇതിന് നോക്കിയാൽ കുണിക്കുമ്പോൾ പ്രീത മാമിൻ്റെ ചെറിയ ഒരേപോലെ അല്ലേ. ഞങ്ങൾക്ക് അവർ ഭയങ്കര രണ്ടാളും ഭയങ്കര ഒരേപോലെ ചെറുക്കിയാണ്. നമുക്ക് നമ്മളെന്ന് പറഞ്ഞാൽ രണ്ടാളും ഒരേ ഷേപ്പ് പോലെ നമുക്ക് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ മാമാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടം പ്രീത മാമിന്, ഭയങ്കര ഇഷ്ടം ഞങ്ങൾക്ക്. പ്രീത മാമിനെ മാത്രമല്ല അവിടുത്തെ എല്ലാ മാം, കുണുക്കൻ്റെ മാമായാലും ദിവ്യ മാമായാലും എല്ലാവരും നമുക്ക് ഇഷ്ടം കേട്ടോ. എല്ലാവരും നമ്മുടെ മക്കൾക്ക് ഭയങ്കര സപ്പോർട്ടാണ്. നമ്മുടെ മക്കളെ അവരുടെ മക്കളെ പോലെ തന്നെ അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് അവരെ നല്ല കുട്ടികളായിട്ട് വളർത്തുന്നുണ്ട് കേട്ടോ അവിടെ അവർ. പിന്നെ ഇതേ നമ്മൾ ഒരുമിച്ചിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷം. ഇത് ഫോട്ടോ കിട്ടുകയാണെങ്കിൽ നമുക്കിത് ഫ്രെയിം ചെയ്തേക്കണമല്ലോ. നമുക്ക് അയാൾ ഷെബിയുടെ ഒരു ഫ്രണ്ടാണ് ഈ ഒരു ഫോട്ടോ എടുക്കുന്നത്. ആ വഴിക്ക് നമുക്ക് ചോദിക്കാം അല്ലേ ഈ ഫോട്ടോ നമുക്കൊരു. അങ്ങനെ ഞങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് വീഡിയോകളൊക്കെ ആയിരുന്നു ഒരുപാട് എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഫുഡിൻ്റെ തന്നെ ഒരുപാട് എടുക്കാനോ കാര്യങ്ങൾക്ക് ഒന്നും പറ്റിയില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇന്നുമല്ല നമ്മുടെ കിണർ കുത്തിയതിന് ശേഷമേ എന്താ പറയുക ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും മഴ പെയ്തു. നമ്മൾ കിണറിൻ്റെ പണി കഴിഞ്ഞ് റിങ്ങൊക്കെ വാർത്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വെള്ളം എടുക്കാതെ ഇരിക്കുമ്പോഴേക്കാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കഴിഞ്ഞ ആദ്യക്ക് മഴ കിട്ടിയല്ലോ. വെക്കേഷൻ തന്നെ വിഷു കഴിയുമ്പോഴേക്കും മഴയൊക്കെ പെയ്തു തുടങ്ങി. അപ്പോൾ നമുക്കതൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഇത്ര നാൾ തറവാട്ടിലൊക്കെ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തിരുന്നു. അപ്പോൾ ഇപ്പോൾ കിണർ ഇപ്പോൾ വേനൽക്കാലമില്ല. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വെള്ളം എടുക്കാൻ പറ്റില്ലല്ലോ. വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും കഴിഞ്ഞ കൊല്ലത്ത് പോലെ പെട്ടു. കിണർ എന്തായാലും കാശ് കൊടുത്ത് മുടക്കി കുത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കണ്ടേ, എളുപ്പമല്ല വെള്ളം എത്തിച്ചതന്നെ. പിന്നെ രാവിലെ തൊട്ട് ഇത്രയും ടൈം മോട്ടർ അടിച്ച് വെള്ളം വറ്റിക്കുക തന്നെയായിരുന്നു കേട്ടോ. വെള്ളം വറ്റിക്കും ഒരു സെക്കൻഡ് നമുക്ക് അത്ര വെള്ളം കയറിയായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ വറ്റിച്ച് ഞാൻ പൊട്ടാസ്യമൊക്കെ ഇട്ട് കലക്കി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളം കൊടുക്കാൻ നോക്കുകയല്ലേ. അത് വേറൊരു ഫീലല്ലേ. ഒരു ഷെബിക്കും നമുക്ക് കൂടിയിട്ട് കിണറാട്ടോ. 2 ഫാമിലിക്ക് കൂടിയിട്ടുള്ള ഒറ്റ കിണറാട്ടോ. അപ്പോൾ അതൊരു സന്തോഷം. നമ്മൾ കഴിഞ്ഞ വെള്ളം കഴിഞ്ഞ പ്രാവശ്യം കുത്തിയിട്ട് എനിക്ക് എടുക്കാൻ പറ്റാണ്ട് എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ പറഞ്ഞപ്പോൾ വേണ്ട സിമെൻറ്റിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വേണ്ടാന്നുണ്ടോ. പിന്നെ ശരിയാണ്. പിന്നെ ഓരോ കാരണവശാലും ഇങ്ങനെ പോയി. പിന്നെ ഞാൻ ഇതിൽ പൊട്ടാസ്യമൊക്കെ ഇട്ടാന്ന് എനിക്ക് അതിനായിട്ട് അത് ക്ലീൻ ചെയ്യാണ്ട് ഒരു സമാധാനം. വെള്ളം കളയണം. അപ്പം ഇന്ന് ആ വെള്ളമൊക്കെ കളഞ്ഞ് ഞങ്ങൾ പുതിയ വെള്ളം വന്നു തുടങ്ങിയില്ലേ. അപ്പോൾ അങ്ങനത്തെ തിരക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെയാണെങ്കിൽ നമുക്ക് എപ്പോഴുള്ള പരിപാടി നമുക്ക് കുറേ നാളൊക്കെ ഫുഡ് കഴിക്കണം എന്തെങ്കിലും ഉണ്ടാക്കി വരുമ്പോൾ ചിലപ്പോൾ അത് ഫ്ലോപ്പ് ആകുമെന്നുള്ളത്. ഇന്ന് മേടിച്ച മീനും മോശം. എനിക്ക് കാണാൻ നല്ല ഭംഗി. കുറേ നാളെ ഞാൻ അയില നല്ലതാവും ചാളാണ്. പിന്നെ അതിൻ്റെ ഒരു ആഗ്രഹത്തിൽ ഞാൻ വിട്ടു കൊടുത്തതാണ്. പക്ഷേ അയില കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അയില കാണാനുള്ള ചന്തമുള്ളൂ, തിന്നാൻ ചൂയില്ല എനിക്കിത് മനസ്സിലായി. ഒരു വളവളപ്പൻ അയില ഒരു ജാതി. അപ്പോൾ അതും ഞങ്ങൾക്ക് ഇതേ. പിന്നെ പറഞ്ഞ ശേഷം മുതിരപ്പേര് കൂട്ടി ചോറിനൊക്കെ ഹാപ്പി ഇല്ലേ. കാള ഉണ്ടായിരുന്നു, അച്ചാറ്, പപ്പടം അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചോറുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ കുറച്ച് പോർഷൻ നമ്മളുള്ളത് കുളിക്കുമ്പോൾ സ്കൂളിലെ ഗ്രാജുവേഷൻ എന്നൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കുറച്ച് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ പരിപാടി കാണാൻ വേണ്ടി ഞാൻ കണ്ടിട്ടില്ല ഒരു പരിപാടി. അതിൻ്റെ എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തപ്പോൾ അങ്ങനെ. പക്ഷെ അതുകൊണ്ടല്ല
അങ്ങനെ കുടിക്കുമ്പോളെ അത് കാണുമ്പോൾ ഞങ്ങൾക്കൊന്ന് ഭയങ്കര അങ്ങനെയൊക്കെ കണ്ട് പിന്നെ അവിടെ നല്ലൊരു സ്കൂളിൽ പഠിക്കണതിൻ്റെ സന്തോഷം നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ ഞങ്ങൾക്കായിട്ടൊരു ദൈവം ഉണ്ടായി. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ എൻ്റെ മോൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയപ്പോൾ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. അത് കാണുമ്പോൾ ഭയങ്കര നമുക്ക് അതിൻ്റെ ഒരു ഭാഗ്യം. ഞാൻ എപ്പോഴും പറയും ഭാഗ്യമില്ല അപ്പോൾ നമുക്ക് നമ്മളറിയാത്ത കുറേ ഭാഗ്യങ്ങളാണ് ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനൊരു സ്കൂളിൻ്റെ കുണുക്കിക്ക് പഠിക്കാൻ പറ്റും. ഒരുപാട് ആൾക്കാർ കുണുക്കനിങ്ങനെ സ്കൂളിൽ നിങ്ങൾ എന്താ ഇങ്ങനത്തെ ഒരു സ്കൂളിൽ സ്കൂളിലെ മോശം എന്നല്ല കേട്ടോ. അപ്പോഴത്തെ കാലഘട്ടത്തിൽ സിലബസ് ഇങ്ങനത്തെ ഇംഗ്ലീഷ് മീഡിയം CBSE സിലബസ് പഠിപ്പിക്കേണ്ട കുട്ടികളതിനൊക്കെ ഒരുപാട് തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ചെയ്തത് തെറ്റിപ്പോയി എന്നുള്ളത് എനിക്കും അറിയായിരുന്നു കേട്ടോ. പക്ഷെ അത് ഇത്രയും നല്ലൊരു അവൻ്റെ ഒരു ഭാവിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. ഇനി അവരതിൻ്റെ ഉള്ളിൽ പഠിച്ച് അവർ വലിയ ഞങ്ങളുണ്ടാവുമെന്നൊന്നും ഞങ്ങൾക്കല്ല, എന്നാലും അവർ നന്നായി ജീവിച്ച് അവരെ ഓരോ ചെറിയൊരു പരിപാടിയായിരുന്നു ഞങ്ങൾ കാണുമ്പോൾ ഭയങ്കര. ഇനി അവൾ വലിയ പഠിപ്പ് ഇതുവരെ ഗ്രാജുവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നൊന്നും അല്ല. പക്ഷേ ഇതവിടെ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾക്ക് അത് കണ്ടതിൽ ഭയങ്കര സന്തോഷം. കണ്ണൊക്കെ നിറഞ്ഞ് കണ്ണെന്ന് ഒരു പക്ഷേക്കും അതുകൊണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇടയ്ക്ക് കരച്ചിൽ വരാൻ ഈ ഒരു കൊല്ലം കുണുക്കിക്ക് പ്രീതി ടീച്ചറുള്ളൂ. അത് ഭയങ്കര ഒരു വിഷമമായിരുന്നു. ഇനിയിപ്പോൾ അവിടെ അടുത്തൊരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അവിടുത്തെ ടീച്ചർമാർ മോശമെന്നല്ല, നല്ല ടീച്ചർ തന്നെയാണ്. കുണിക്കന്മാരുടെ എല്ലാ ടീച്ചർമാരും സൂപ്പറാണ്. എന്നാലും നമുക്ക് കുണിക്ക് ഇത്രയും നാൾ എൻ്റെ കുണിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ അതേ സ്ഥാനമാണ് ഞാൻ കുണിക്കുക. ആ ഒരു അമ്മ എന്നുള്ളത് എനിക്കാണ് പ്രീതി മാമിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാമിൻ്റെ അടുത്ത് വേറൊരു ക്ലാസ്സിലേക്ക് പോകാന്ന് പറയുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ട്. പിന്നെ എനിക്ക് എന്തോ അവിടെ മാമിനെ കാണുമ്പോൾ ഭയങ്കര ഒരു രണ്ടാളെ ചെറിയ ഒരുപോലെ മാമും കുളിക്കുമ്പോഴും ചെറുക്കുമ്പോൾ ഒരുപോലെ. അപ്പോൾ അവരെന്നുള്ളൊരു കോമ്പോ നിന്ന് അവൾ പോവാന്നാലോചിക്കുമ്പോൾ അതൊരു ടെൻഷൻ. പിന്നെ ആ സ്കൂളിൽ പ്രിൻസിപ്പളായാലും കുട്ടികളെ ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. നമ്മൾ ഞാൻ എന്നിട്ട് ഫുള്ള് കരഞ്ഞിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇവിടെ ഫോട്ടോ എടുത്ത് വീഡിയോ ഇങ്ങനെയാണ് ഞാൻ പലരും കാണുന്നേക്ക് കണ്ടൊക്കെ അത് കാണാൻ പറ്റി. കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകായിരുന്നു അല്ലേ. പ്രിൻസിപ്പൾ മാനേജ്മെന്റ് സാറ് പിന്നെ ആരാ അല്ല എന്താ സാറിൻ്റെ പേര് സാറിൻ്റെ പേര് മാത്രം സലീം സാറിൻ്റെ ഓർമ്മ ഹൈദരാലി സാർ അല്ലേ. ഓക്കെ പേരുകൾ പെട്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവരൊക്കെ അതിനൊക്കെയല്ല അവർ കുട്ടികളന്മേലെ അവർ കാണിക്കുന്ന പിന്നെ അങ്ങനെ സ്കൂൾ അതല്ല നമ്മുടെ മക്കളുടെ ഓരോ വളർച്ചയും അവർ കാണുന്നുണ്ട്, അവർ വരുന്നുണ്ട്, അവരുടെ ഓരോ കാര്യം അവർ നിരീക്ഷിക്കുന്നുണ്ട്, കാണുന്നുണ്ടെന്ന് അവർ പറയണേക്കുമ്പോൾ നമ്മൾ സന്തോഷം. അവർ പറഞ്ഞു കുട്ടികൾ നല്ല കുട്ടികളായിട്ടാണ് വളർന്നത്, ടീച്ചേഴ്സൊക്കെ നല്ല ഞങ്ങൾ വരാറുണ്ട്, കുട്ടികളുടെ ഓരോ ചലനങ്ങളും ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ടെന്ന് മാനേജ്മെൻറ്റ് പറഞ്ഞു. നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ കുട്ടികളെ പറ്റി പറയണേക്കുമ്പോൾ. നമ്മുടെ കുട്ടികളെ അത്ര ഞാൻ അടുത്തപ്പോൾ നീമ്പോഴയുടെ സിനിമ കണ്ടപ്പോഴാണ് ഞാൻ റോയൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഉള്ളിലായിരുന്ന സീൻ ഇങ്ങനെ അടിച്ച് ഞാൻ എൻ്റെ കോളേജ് നോക്കുക. ഞാൻ കുണിക്കുമ്പോൾ ഡാൻസിന് പോയപ്പോഴാണ് നമ്മുടെ കോളേജിൻ്റെ ഉള്ളിൽ കണ്ടത്. അപ്പോൾ ഞാൻ അതല്ല അത് കഴിഞ്ഞപ്പോഴാണ് ആ പഠിപ്പിക്കുന്ന ആളെ കണ്ടപ്പോൾ എനിക്കൊരു അത് പഠിപ്പിക്കുന്ന ആളെ കണ്ടപ്പോൾ ഞാൻ സലീം സാറാണ് അങ്ങനെ ഞാൻ അടിച്ചേക്കാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ. തന്നെയാണ്. അപ്പോൾ എന്താ പറയുക മൊത്തത്തിൽ അവര് ഭയങ്കര ജാടിയുള്ള ആൾക്കാരൊന്നല്ല കേട്ടോ. ഇത്രയും വലിയൊരു ഇതിലിരിക്കുന്ന സ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് എല്ലാവരെയും പേരൻസിനും സ്റ്റാഫിനും എല്ലാവരും ഒരേപോലെ കാണാൻ പറ്റണത് ഭയങ്കര ഒരു കഴിവിനാണ്. അപ്പോൾ അതൊക്കെ അവരിങ്ങനെ മൈക്കിലൂടെ പറയുമ്പോൾ നമുക്ക് സങ്കടം വരുമായിരുന്നു. സന്തോഷം സങ്കടം എന്താ പറയുക മനസ്സങ്ങനെ നിറഞ്ഞു. അപ്പോൾ സത്യമായിട്ടാ ഞാൻ ഇതിൻ്റെ പ്രൊമോഷനൊന്നുമല്ല. ഈ ശരിയാണ് കുളുക്കൽ കുണിക്ക് നിങ്ങൾക്ക് ആലോചിച്ചാൽ കുളുക്കൽ കുണിക്ക് പഠിക്കാൻ പോകുമ്പോൾ ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഇവർ പഠിക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ടെൻഷനായിരുന്നു, അവർക്ക് ബുദ്ധിമുട്ടുകൾ. ഈ സ്കൂളിൽ ചേർത്തതിന് ശേഷം സ്കൂളിൽ വിട്ടു വന്നാലും 11 മണി 12 മണി വരെ എന്ത് പഠിച്ചാലും കഴിയില്ല. അതാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇവിടെ ചെന്ന് ചേർത്ത്. എന്താ വെച്ചാൽ 3/4 ഭാഗം പഠിപ്പും അവരെന്നെ പഠിപ്പിച്ച് അവരെ സെറ്റാക്കി വിടുന്നുണ്ട്. ബൈക്കുന്നവർക്കൊന്നും പുഷ് ചെയ്ത് തുടങ്ങുന്നു. പക്ഷേ ഞാൻ മറ്റുള്ള സ്കൂളിൽ കുറ്റം പറയാം. പക്ഷേ മറ്റുള്ള സ്കൂളിൽ കുണുക്കൽ മണിക്ക് 12 മണി 1 മണി വരെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഹെവിയാണ്. ഗവൺമെന്റിന്റെ പഠിപ്പ് ഭയങ്കര ലോഡ്. അല്ല അത് ഗവൺമെന്റിന്റെ അല്ലേ, ബുക്ക് വരുന്ന ഗവൺമെന്റ്. അപ്പൊ ഞാൻ പറഞ്ഞ ഗവൺമെന്റിനോട് കുട്ടികൾക്ക് ഒരുപാട് ലോഡ് കൂടുതലല്ല. പക്ഷേ CBSE പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് എളുപ്പത്തിലൂടെ കാര്യങ്ങൾ
പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കുറുക്കനൊക്കെ ചേർത്തപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് അതിൽ ഫീൽ ചെയ്തു. ഞാൻ പഠിച്ചു വരട്ടെ, നമ്മളും അത് ഭയങ്കര സന്തോഷത്തോടെ തന്നെയാണ് കാണുന്നത്. എന്തായാലും ഇത് പ്രമോഷനോ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഈ സ്കൂളിലേക്ക് ചേർത്തോടെ അവർ സ്കൂളിലേക്ക് പോകണത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയിലാണ് ഇരിക്കുന്നത്. അവർ സ്കൂളിൽ പോകണത് അവരും ഭയങ്കര ഹാപ്പിയാണ്. ഇനി ആരെങ്കിലും ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ 100% മാർക്കാണ് റോസ്ബേ ഇന്റർനാഷണൽ സ്കൂളിൽ നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ അനുഭവം, ഞങ്ങളുടെ 2 മക്കൾ പഠിക്കണ ഒരു അനുഭവമാണ്. ഞങ്ങൾക്ക് ഒരിക്കലും അത് പ്രമോഷൻ അല്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്. ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോയിലൂടെ അവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഇനി നമ്മൾ പറയാണ് നല്ല സ്കൂള്. ഞാൻ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ, പൊന്നു കുഞ്ഞൻ അങ്ങനെ നമ്മുടെ വീട്ടിൽ പലരും പഠിക്കുമ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോകേണ്ട അവസ്ഥകൾ സാഹചര്യങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പോകുമ്പോഴുള്ള ഒരു സ്കൂളിൻ്റെ അന്തരീക്ഷങ്ങളോ കാര്യങ്ങളോ അല്ല ഈ ഒരു സ്കൂളിൽ. പേരൻസിനായാലും സ്റ്റുഡൻസിനായാലും അവർ അതിൻ്റെതായ ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്. അത് നമ്മളെ ബഹുമാനിക്കുന്നുണ്ട് അവർ. നമ്മളൊരു സ്കൂളാകുമ്പോൾ നമ്മുടെ കുട്ടികൾ പഠിച്ചാലും എന്ത് ചെയ്താലും പേരൻസിനെ താഴ്ത്തി കെട്ടുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്കൂളിനെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും അവരുടേതായ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ എന്ന് പറഞ്ഞാൽ ആ ലെവലിലേക്ക് തന്നെയാണ് അവിടുത്തെ ടീച്ചേഴ്സ് ആയാലും മാനേജ്മെൻ്റ് ആയാലും പ്രിൻസിപ്പൾ. എനിക്കൊന്ന് പ്രിൻസിപ്പളൊക്കെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് താറ്റോടെ ഞാൻ ഒരാ വെയിലത്ത് വന്ന വണ്ടികളൊക്കെ പോകുമ്പോൾ എല്ലാ കുട്ടികൾക്കും യാത്രയാക്കിയിട്ടാണ് ആളുള്ളത്. അതൊക്കെ ഭയങ്കര ഒരു ഞാൻ വീഡിയോ എടുക്കണമെന്ന് വെച്ചു. പക്ഷേ എന്നും ഫോൺ ഓണാക്കി എനിക്ക് എല്ലാം കഴിയും. അപ്പോൾ നല്ല അത് ഭയങ്കര ഒരു നമുക്ക് അത് ടീച്ചേഴ്സ് ആയാലും എല്ലാ കുട്ടികളെ കെട്ടിപ്പിടിക്കാനും സ്കൂൾ വിട്ടുമ്പോൾ അവരെ കെട്ടിപ്പിടിക്കണു, അവർക്ക് കൈ കൊടുക്കണു, ഹായ് അടിക്കണു. ടീച്ചേഴ്സും കുട്ടികളും നമ്മളൊക്കെ പഠിക്കുമ്പോൾ ടീച്ചറെ കാണുമ്പോൾ ചെയ്തിങ്ങനെ ഇങ്ങനെ പണങ്ങി നടക്കും. നമ്മളൊക്കെ അങ്ങനെയല്ലായിരുന്നു. പക്ഷെ ഇവരെ ടീച്ചറാണ് പോയിട്ട് കെട്ടിപ്പിടിക്കുക, പ്രിൻസിപ്പളെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുക. അല്ല ആ ഒരു ഫംഗ്ഷന് പോയപ്പോൾ പ്രിൻസിപ്പൾ ഓരോ കുട്ടികളെയും എത്രത്തോളം നിരീക്ഷിക്കണമെന്ന് ഞാൻ ശ്രദ്ധിച്ചുട്ടാ. ഒരു കുട്ടികളെ ഇരുന്നിട്ട് ആ കോട്ട് കാര്യങ്ങനെ അയക്കാൻ പറ്റും. അപ്പോഴപ്പോഴും ഒക്കെ കറക്റ്റ് ചെയ്യിപ്പിക്കുക. ആണ് അത്രയും ഇതില്. അപ്പോൾ ഒരു സ്കൂളിൽ നോക്കി നടത്താൻ അത്രയും കഴിവ് വേണമല്ലോ. നമുക്ക് 2-1 കുട്ടികളെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ ഇത്രയും കുട്ടികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുനടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എല്ലാ സ്റ്റാഫ് ഇട്ടു മാനേജ്മെന്റ് തൊട്ട് പ്രിൻസിപ്പള്, ടീച്ചേഴ്സ്, പിന്നെ അവിടുത്തെ ചേച്ചിമാര്, അവിടുത്തെ ഒരുപാട് ഓഫീസറൊക്കെ കണ്ടുപിടിക്കുന്ന ചേച്ചിമാര്, പിന്നെ അവിടുത്തെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാര്, ചേട്ടന്മാരെല്ലാവരും അവരൊരു കുടുംബമാണ്. അത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമുക്ക് അവരെ കാണുമ്പോൾ അവർ നമ്മളെ കാണുമ്പോൾ നമ്മുടെ മക്കള് നമ്മുടെ ബന്ധുവിന്റെ വീട്ടിലേക്ക് വിരുന്ന് പോണ അവിടെ സ്കൂളിലേക്ക് നമ്മുടെ മക്കള് അവിടേക്ക് കയറി ചെന്ന് കുണിക്കൊക്കെ അങ്ങനെ ചാടിയിട്ട് അതിനോട് ഇവർക്കൊരു സ്കൂളിലേക്ക് പോണ ഒരു രീതി അല്ലല്ല വരുന്നത്. എന്താ വെച്ചാൽ നമ്മളൊക്കെ പണ്ട് സ്കൂളാകുമ്പോൾ ആലോചിച്ചോടെ 100,000 വേണോ വേണ്ടേന്ന് വെച്ചിട്ടൊക്കെ തന്നെയാണ് എല്ലാവരും. പക്ഷെ ഇവരുണ്ടല്ലോ കുണുക്കനും ഭയങ്കര മടിയായിട്ടുണ്ട്. കുണിക്കേക്കാൾ മടിയായത് കുണുക്കന്. കുണുക്കിപ്പോൾ വേണ്ട കുണുക്ക് പോകണം. അപ്പോൾ നമുക്കതൊക്കെ കാണുമ്പോൾ അത് നമ്മുടെ സെലിം സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടികളും സ്കൂളിലേക്ക് ഇഷ്ടത്തോടെ തന്നെ വരണം. അതാണ് അവർക്ക് ആവശ്യം എന്നുള്ളത്. ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലും മടി പിടിച്ചിരിക്കാണ്ട് അവർ ഇഷ്ടത്തോടു കൂടി വരണം. അതായിരുന്നു അവരുടെ ഉദ്ദേശം. ആ സ്കൂളോടുള്ള ഉദ്ദേശം അങ്ങനെയാണെന്ന് സെലിം സാറൊക്കെ ഒരു ഇതിൽ പറയണതായിട്ട് എനിക്ക് തോന്നി. മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സത്യം, നമ്മുടെ അനുഭവത്തിൽ നമുക്ക് സത്യം കേട്ടോ. അപ്പോൾ ഇത് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ പഠിക്കുന്ന മക്കൾ പഠിക്കുമ്പോൾ അതിൽ മറ്റുള്ള കുട്ടികളും അങ്ങനെ ചേർന്ന് നമ്മൾ മാത്രം നന്നായാൽ പോരാ, എല്ലാവരും നന്നാവണം. എല്ലാവരും എന്നുവെച്ചാൽ മറ്റുള്ള സ്കൂളുകൾ മോശമാണെന്നല്ല. ഇപ്പം നമ്മളല്ല, ഞാൻ കണ്ടതിലും ഏറ്റവും ബെസ്റ്റ് സ്കൂളിൽ നിന്ന് നമുക്ക് റോസ്ബേക്ക് മങ്കി കേട്ടോ. ആ മാനേജ്മെന്റും കാര്യങ്ങളും എല്ലാതും അടിപൊളിയാണ് അല്ലേ. കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ പോയാലാ ബൈ 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 ബൈ. See you. എവിടെ പോലെ കിടന്നിട്ട് വേണ്ടി എഡിറ്റ് ചെയ്യാൻ പോണു. ഇല്ല അന്നിട്ടുണ്ടെങ്കിൽ ഉറങ്ങില്ല, അല്ലെങ്കിൽ ഉറങ്ങി.